Tick, tick, 1. Tick, tick, 2. Tick, tick, 3. എത്തിയോ? നീ വരുമെന്നറിയായിരുന്നു. നിനക്ക് വേണ്ടിയാ കാത്തിരുന്നത്. എന്താ നീ മിണ്ടാതിരിക്കുന്നേ? പറ. ചോദിക്കടാ മോനെ. സീത എന്തിനാ ലോയറിന്റെ കൂടെ വിട്ടതെന്ന് ചോദിക്ക്. അവളായിട്ട് പോയെങ്കിൽ ഓക്കെ, നീ എന്തിനാ ഫോഴ്സ് ചെയ്ത് ലോയറിന്റെ കൂടെ അയച്ചേ? ഇതൊക്കെ വേണോന്ന് വെച്ച് ചെയ്യുന്നതല്ലേ? നിന്നെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ എന്നൊക്കെ ചോദിക്കേ. അവർ രണ്ടാളും കല്യാണം കഴിക്കാൻ പോവായിരിക്കും. കല്യാണത്തിന് മുമ്പ് എന്തിനാ ഇങ്ങനെ കറങ്ങാൻ വിടുന്നേ? കല്യാണം കഴിഞ്ഞിട്ട് കറങ്ങിയാ പോരെ? നീ ഇങ്ങനെയൊക്കെ ചോദിക്കടാ. ഹലോ, എന്താ മൗനവ്രതമാണോ? ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറയാൻ വന്നാളാ അശോക്. അശോക് അത്രേ ഉള്ളോ? ലോയറിന്റെ കൂടെ പോയിട്ടുണ്ട് സീത മാഡം. നിനക്കൊന്നും തോന്നുന്നില്ലേ? എനിക്ക് എന്താണ് തോന്നണ്ടേ? ഐ എം ഹാപ്പി. കണ്ടോ, ഇതാ വേണ്ടാന്ന് പറഞ്ഞ്. നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എനിക്കറിയാം. നീ എന്നെ വേണമെങ്കിൽ വഴക്ക് പറഞ്ഞോ, പക്ഷെ ഈ ഡ്രാമയൊന്നും വേണ്ട എന്റെ അടുത്ത്. എടാ, നീ റാമാണ്. റാമായ മതി, ഡ്രാമയാവണ്ട. നിന്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ? എടാ, നിനക്ക് ഇനിയും സമയമുണ്ട് മോനെ. നീ സീതയോടൊന്ന് പോയി സംസാരിക്കേ. എന്ത് സംസാരിക്കാൻ? എനിക്ക് സംസാരിക്കാൻ എന്താ ഉള്ളേന്ന്? സീത ഇപ്പൊ അവളുടെ വഴിക്ക് സന്തോഷത്തോടെ പോണേ. എനിക്ക് അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യമില്ല. എടാ, നീ ഇവിടെ തന്നെ ഉണ്ടാവണം. ഞാൻ വീട്ടിലേക്ക് പോവാ. ബൈ. ഇവൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവൻ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? എനിക്കറിയാം സീതയ്ക്ക് ഇത് ഇഷ്ടമാവുമെന്ന്. സോറി, ഞാൻ സീതാ മേഡത്തെ നീയെന്ന് വിളിച്ചു പോയി. സീതാ മേഡം എന്താന്ന് വെച്ചാ, നിങ്ങളെന്ന് വിളിക്കുമ്പോൾ ഒരുതരം ഫോർമലാണ്. എല്ലാവരും ഉള്ളപ്പോൾ ഓക്കെ, ബട്ട് നമ്മൾ മാത്രം ഉള്ളപ്പോൾ ഭയങ്കര സ്ട്രേഞ്ച് ഫീലാണ്. ഇനി മുതൽ ഞാൻ ഇയാളെ സീതയെന്ന് വിളിച്ചോളാം. പക്ഷെ എനിക്ക് സമയം വേണം. വളരെ സന്തോഷമുണ്ടല്ലേ ഇങ്ങനെ ഓഫീസ് അവേഴ്സിൽ നമ്മൾ രണ്ടാളും ഇങ്ങനെ ഡേറ്റിന് വന്നത്? നിങ്ങളുടെ കൂടെ വരാൻ ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് പോലും നിങ്ങൾ ചോദിച്ചില്ല, എന്നിട്ടും വന്നു. കാരണം എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. ഓഫ് കോഴ്സ്, എത്ര വേണേലും സംസാരിച്ചു. എനിക്ക് സീതയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയില്ല. അതിനു മുമ്പ് ഓർഡർ കൊടുത്തേക്കാം. ഓക്കെ? ഒരു മഷ്റൂം കറി, 2 ബട്ടർ നാൻ, 1 പ്ലേറ്റ് ഗ്രീൻ ചില്ലി കബാബ്. എൻ്റെ ഫേവറേറ്റ്. തൽക്കാലം ഇത് മതി, കൊണ്ടുപോവാ. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ? പറയ്. ഓ സോറി, പറയ്. അത് സീത മാഡം, സോറി, പറഞ്ഞോളൂ. ഈ കല്യാണത്തില് നിങ്ങൾക്കുള്ള പ്രതീക്ഷയും ഞാനെടുത്ത തീരുമാനവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ കല്യാണത്തിന് എനിക്ക് സമ്മതമാണോ എന്ന് എന്നോട് ഒരു തവണ പോലും നിങ്ങൾ ചോദിച്ചില്ല. പക്ഷെ സീതാ മാഡം,
നിങ്ങൾ സമ്മതിച്ചതല്ലേ? ഞാൻ സമ്മതിച്ചത് സിക്ക് വേണ്ടിയാ, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാ. ഏട്ടനും ഏട്ടത്തേക്കും എന്നെ പറ്റി ചിന്തയുണ്ടാവാൻ പാടില്ല. എന്റെ ഫ്രണ്ട് രാമനെ അറിയില്ലേ? എന്റെ കല്യാണത്തിന്റെ ഉത്തരവാദിത്വം ഒരുപാട് കാലം അവനെ ഏൽപ്പിക്കാനും എനിക്ക് താല്പര്യമില്ല. എല്ലാത്തിലും കൂടുതലായിട്ട് സിഹി സമ്മതിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്നത്. അപ്പൊ സീതാ മാഡം, തനിക്ക് ഈ കല്യാണം ഓക്കെ അല്ലേ? ഇഷ്ടമാണോ അല്ലയോ, സമ്മതമാണോ അല്ലേ, അതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു ഇപ്പോ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കല്യാണം കഴിഞ്ഞ ശേഷം നമുക്കിടയിൽ ഇപ്പോഴുള്ള അതേ അകലം വേണം. എനിക്ക് എന്റേതായ സ്പേസ് വേണം. നിങ്ങളെ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. പ്ലീസ് കോപ്പറേറ്റ്. I can understand, Sita madam. Take your own time. Oh. ഏയ് ഇല്ല, എനിക്ക് വേണ്ട. അയ്യോ, അതെന്താ? ഞാൻ സീതയ്ക്ക് വേണ്ടി ഓർഡർ ചെയ്തത്. പ്ലീസ്. ഞാൻ മഷ്റൂം കഴിക്കാറില്ല. എനിക്കും ചെറുതാ ഓർഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ വേണ്ടാന്ന് പറയായിരുന്നു. എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് കൊണ്ടുവരാമോ? ഇത്ര നേരത്തെ ഓഫീസിൽ നിന്ന് വന്നോ? ഇത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് വരുന്നവനല്ലല്ലോ ഇവൻ. ഹലോ മാഡം. നമസ്കാരം മാഡം. സുഖായിരിക്കുന്നു മാഡം? എന്താ അവിടെ നടക്കുന്നത്? ഞാൻ നടക്കുന്നില്ല മാഡം, ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. ഓഫീസിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം. നടക്കുന്നുണ്ട് മാഡം, കല്യാണം നടക്കുന്നുണ്ട്. കല്യാണോ? ആരുടെ? അത് മാഡം, സീതയില്ലേ, അവരുടെ കല്യാണം നടക്കുക. കണ്ടോരുടെ കല്യാണക്കാരൊന്നും എന്നോട് അല്ല. ആരുടെ കല്യാണം? അത് മാഡം ബോണസ് പറഞ്ഞില്ലേ, സീത, അവളുടെ കല്യാണം. ഓ, അവളുടെയോ? എന്നൊരു പാർട്ടിയൊക്കെ ആവാം. അത് സത്യമാണ് മാഡം. സത്യമാണെങ്കിൽ ഞങ്ങൾ പാർട്ടി അറേഞ്ച് ചെയ്യട്ടെ മാഡം. ഹലോ ഹലോ, ഇന്നിപ്പോ പാർട്ടി അറേഞ്ച് ചെയ്യണോ വേണ്ടയോ? സീത, ഇത്ര വേഗം നീ കല്യാണത്തിന് സമ്മതിച്ചോ? പാവം, റാം മലേഷ്യക്ക് പോവാന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഒരേ ഹൃദയം 2 തവണ ഉടയുന്നു. പാവം, എങ്ങനെയാ നീ ഇതൊക്കെ സഹിക്കുന്ന രാമ? നമ്മുടെ സീതാമാതാവിനെ അങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റുമോ? ഒരു സർപ്രൈസ് കൊടുത്തല്ലേ പറ്റൂ. സീത, നിന്റെ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടു. ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല.
സീതെ, ഞങ്ങളിന്ന് കല്യാണത്തിന് വിളിക്കാൻ മറക്കരുത് കേട്ടോ. ഞങ്ങൾക്ക് നിന്റെ കല്യാണത്തിന് വരാൻ ഒത്തിരി ആഗ്രഹമുണ്ട്. ആ മോളെ, നിന്റെ തീരുമാനം കേട്ടപ്പോ ഞങ്ങൾക്ക് സന്തോഷമായി. അല്ലെങ്കിലും ഒറ്റയ്ക്ക് മോളെ വളർത്തുന്നത് കഷ്ടോ. കൂടെ ഒരാളുണ്ടെങ്കിൽ വളരെ നല്ലതാ. സിയെ വളർത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ചേച്ചി. ലോയർ എന്ന് പറയുമ്പോ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ടാവും. ഇവിടെ അങ്ങോട്ട് അവക്ക് പൈസയുടെ ബുദ്ധിമുട്ടേ ഉണ്ടാവില്ല. സിയുടെ വീടിന്റെ ലോണൊക്കെ അയാള് തന്നെ നോക്കുമെന്ന് തോന്നുന്നു. കണ്ടില്ലേ, വലിയ വീട്ടിൽ ആലോചന വന്നപ്പോ ഒന്നും മിണ്ടാതെ പോകുന്നത് കണ്ടില്ലേ. അവൾ അവളുടെ വഴിക്ക് വിട്ടേ ചേച്ചി. ഫ്രൈഡേ ഞാൻ സ്കൂളിലേക്ക് വരുന്നില്ല കേട്ടോ. അന്ന് ഞാൻ ലീവ് ആയിരിക്കും. അന്നാ സീതമ്മയുടെ കല്യാണം. സീതമ്മയുടെ കല്യാണത്തിന് ഞാൻ ഈ ഫ്രോക്ക് ഇടാൻ പോകുന്നെ. എങ്ങനെയുണ്ട്? സൂപ്പർ. മുത്തശ്ശ, ഈ ഡ്രസ് എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടല്ലോ. നീയേ ഈ ഡ്രസ് ഇട്ടാലേ ബൊമ്മ കുട്ടി പോലെ ഉണ്ടാവും. താങ്ക് യു മുത്തശ്ശ. സിഹി, ഇത് പഴയ ഫ്രോക്ക് അല്ലേ? നിന്റെ അച്ഛൻ പുതിയത് വാങ്ങിച്ചു തരും. അതിട്ടാ മതി. പുതിയതോ? പുതിയ ഫ്രണ്ട് പുതിയത് വാങ്ങി തരും. യെസ്. ആന്നേ, കല്യാണത്തിന് എന്ത് വേണോ അതൊക്കെ അവര് വാങ്ങിച്ചു തരും. സീതമ്മ, പുതിയ ഫ്രണ്ട് പുതിയ ഫ്രോക്ക് മേടിച്ചു തരുമെന്ന്. പിങ്ക് കളർ ഫ്രോക്ക് വേണം എനിക്ക്. ബാർബി പോലെ വേണം. ശ്രേയസ്, വാടാ കളിക്കാൻ പോവാം. സീതേ, കല്യാണത്തിന് വാങ്ങേണ്ടതെല്ലാം ലിസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നാളെ തന്നെ പോയി വാങ്ങണം കേട്ടോ. ഏട്ടത്തി, കല്യാണത്തിന് വേണ്ടി എന്താ ഇത്ര ഷോപ്പ് ചെയ്യാനുള്ളത്? വളരെ സിമ്പിളായിട്ട് അമ്പലത്തിലേക്ക് പോയി കല്യാണം കഴിച്ചാ പോരെ? ആ ചടങ്ങിന് എന്ത് വേണം അത് മേടിച്ചാ പോരെ ഏട്ടത്തി? സീതേ, നിനക്കിത് എന്തിന്റെ കുഴപ്പമാടി? നിന്റെ മോളുടെ സന്തോഷം കണ്ടോ നീ? അമ്മയുടെ കല്യാണം അവള് തന്നെ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ട്. നീ ഇങ്ങനെ മുഖവും കനപ്പിച്ചു വെച്ചിരിക്കുന്നു. അല്ല ഏട്ടത്തി. സീതേ, ആ ലോയർ ഏട്ടന്റെ അടുത്ത് ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. കല്യാണത്തിന് ഒരു കുറവും ഉണ്ടാവരുത്. എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം വാങ്ങിക്കോളൂന്ന് അവര് തന്നെ പറഞ്ഞത്. മുത്തശ്ശി തന്നെ പറയുന്നേ, ഇത്രയും നല്ലൊരു ചെറുക്കനെ വേറെ എവിടുന്ന് കിട്ടാനാ? ഒരു കുട്ടിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാൻ വരുന്നത് ഒരു ചെറിയ കാര്യമാണോ? കിട്ടിയതിൽ സന്തോഷിക്കുന്നതിന് പകരം അതെന്താ ഇതെന്താന്ന് ചോദ്യം ചെയ്തോണ്ടിരിക്കുവാണോ? ഞാൻ എന്തിനാ മറ്റാരോടുള്ള ദേഷ്യം റാമിനോട് തീർക്കുന്നത്? അവനെന്തായാലും എന്റെ സന്തോഷത്തിന് വേണ്ടിയും സിഹയുടെ സന്തോഷത്തിന് വേണ്ടിയും അല്ലേ കല്യാണം കഴിക്കാൻ പറഞ്ഞത്. എന്നിട്ടും എനിക്ക് അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. പാവം, ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് എന്ത് ചെയ്തോ എന്തോ. ഹായ് ഫ്രണ്ട്, നിന്നെ ഞാൻ ഇപ്പൊ ഓർത്തേ ഉള്ളൂ. ആണോ? ഓ ഹായ് സീത. ഞാൻ കോൾ ചെയ്തത് ഡിസപ്പോയിന്റ് ചെയ്തോ? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. താനും എന്റെ ഫ്രണ്ടല്ലേ. എന്താ പരിപാടി? നത്തിങ്. ഭക്ഷണം കഴിച്ചോ? ഉച്ചക്കത്തെ ആണോ അതോ രാത്രിയുടെ ആണോ? സോറി, ഉച്ചയ്ക്ക് എന്താ കഴിച്ചത്? ഏത് ചോദിക്കാനാണോ താൻ വിളിച്ചേ? എന്തേ ചോദിച്ചൂടെ? ഇപ്പോഴല്ലേ ഫ്രണ്ടാണെന്ന് പറഞ്ഞത്. ചോദിക്കാം, പക്ഷേ ഇവിടെ എന്റെ ഫ്രണ്ട് കുറച്ച് ദേഷ്യത്തിലല്ലേ. എന്ന് വെച്ചാ കട്ട കലിപ്പല്ലേ. ഉച്ചയ്ക്ക് എന്താ കഴിച്ചതെന്ന് ചോദിച്ചാ നീ എന്തൊക്കെയാ ഈ ചോദിക്കുന്നത് റാം? നീ സത്യമായിട്ടും എന്റെ മോളെ പോലെ തന്നെയായി കളിക്കുന്നത്. ചിരിക്കുക? അതോ തന്റെ അടുത്ത് എവിടെങ്കിലും TV വർക്ക് ചെയ്യുന്നതാണോ?
എനിക്കും ചിരിക്കാനൊക്കെ അറിയാം. ഹോപ്പ് യു ഹാഡ് എ ഗുഡ് ഡേ. ഐ മീൻ തന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഹാ, എല്ലാം ഓക്കെയാണ്. താങ്ക് യു. സിഹി, സിഹി, പറഞ്ഞു. അത് കുഴപ്പമില്ല, ലേഡീസ് ഫസ്റ്റ്. സിഹി എന്റെ കല്യാണം കഴിയുന്നതില് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൾക്ക് ഇത്രയും സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ദാറ്റ്സ് നൈസ്. ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ ഞാൻ. താങ്ക്സ് ഫോർ കോളിംഗ് സീത. തനിക്ക് എന്നോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് അറിഞ്ഞപ്പോ കുറച്ച് സമാധാനമുണ്ട് എനിക്ക്. ഐ റിയലി വിഷ് യു എ ബ്യൂട്ടിഫുൾ ലൈഫ് അഹെഡ്. ബ്യൂട്ടിഫുൾ ലൈഫ് ലഭിക്കില്ലല്ലോ റാം. ഉള്ള ലൈഫിന് നമ്മളല്ലേ ബ്യൂട്ടിഫുൾ ആക്കേണ്ടത്. ആക്ച്വലി താൻ ടീച്ചർ ആവണമായിരുന്നു. ഇപ്പൊ ക്ലിയർ ആയി കേട്ടോ. എന്ത്? തനിക്ക് ചിരിക്കാൻ അറിയാമെന്ന്. നീ ഇങ്ങനെ കുട്ടികളെ പോലെ സംസാരിക്കാതെ വേഗം വലുതാവാൻ നോക്ക്. വലുതായി കഴിഞ്ഞാലാ പ്രശ്നം. എപ്പോഴും ഒരു കുട്ടിയായാൽ മതി. ചുരുക്കത്തില് ഭക്ഷണം കഴിച്ചു എന്നുള്ള ചോദ്യത്തിന് നീ ഉത്തരം തന്നിട്ടേ ഇല്ല. ഞാൻ കഴിച്ചായിരുന്നു. ഹായ്. എന്തോ കോളിലായിരുന്നോ? ബിസിയാണോ? ശരി സീത, I'll talk to you later. Bye. ഓക്കെ, ബൈ. വരൂ, ഇരുന്നോളൂ. സീത മാഡം ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? അയ്യോ, ഇതെന്താ സീതാ മാഡം സീതാ മാഡം എന്ന് വിളിക്കുന്നത്? നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ ഇത്? മാഡം എന്നൊക്കെ വിളിക്കുന്നത് എങ്ങനെ ശരിയാവാനാ? അത് സീതാ മാഡം എന്ന് വിളിച്ച് എനിക്ക് ശീലമായില്ലേ, അതുകൊണ്ടാ. ട്രൈ ചെയ്തോളാം. സീത, ഇതെന്തായാലും കൊള്ളാം. ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ഫ്രണ്ടിനോട്. ഭർത്താവ് മുന്നിൽ വന്ന് നിൽക്കുമ്പോ നിനക്ക് ഏത് ഫ്രണ്ടിനാ വേണ്ടേ? അളിയൻ എന്തായാലും നിന്നെ വിട്ട് ഒരു നിമിഷം നിൽക്കാൻ പറ്റില്ലെന്നാ തോന്നുന്നേ. അതുകൊണ്ടാ ഇൻവിറ്റേഷൻ കാർഡിന്റെ ഡിസൈൻ കാണിച്ചു തരാൻ വന്നത്. സീത, ഇതിൽ തനിക്ക് ഏതാ ഇഷ്ടപ്പെട്ട് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് പറ. ഇതാ നോക്ക്. എടുത്തി, എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാന്ന് വെച്ചാൽ നോക്കിയോ, അതെനിക്ക് ഓക്കെയാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ സീത? നമ്മളതാ വീണ്ടും ഇനി കല്യാണം കഴിക്കാൻ പോവാ. പ്ലീസ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യേ. ഇന്നാ നോക്ക്.
ഇത് ഓക്കെ ഏട്ടത്തി. ഞാൻ പറഞ്ഞിരുന്നില്ലേ സീത ഇത് തന്നെയാവും സെലക്ട് ചെയ്യാന്ന്. ഞാൻ പറഞ്ഞായിരുന്നു. ശരി ആയിക്കോട്ടെ, ഞാൻ ഇത് തന്നെ പ്രിന്റ് ചെയ്യാൻ പറയാം.